ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കോപ്പറേഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈബ്സ് ഇന്ത്യ ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഓപ്ഷൻ എ നാഫെഡ്, ഓപ്ഷൻ ബി ട്രൈഫെഡ്, ഓപ്ഷൻ സി ഇഫ്കോ, ഓപ്ഷൻ ഡി ക്രിപ്കോ. ട്രൈബ്സ് ഇന്ത്യ ഏത് പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രൈഫെഡ്. ട്രൈഫെഡിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ആണ് ട്രൈബ്സ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൊസൈറ്റി അണ്ടർടേക്ക് ദ പ്രൊഡക്ഷൻ ഓഫ് കയർ ഫൈബർ ഔട്ട് ഓഫ് അൺററ്റഡ് ഹസ്ക്? ഓപ്ഷൻ എ കയർ മാറ്റ്സ് ആൻഡ് മേറ്റിംഗ് സൊസൈറ്റി, ഓപ്ഷൻ ബി കയർ റോപ്പ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി, ഓപ്ഷൻ സി ഹസ്ക് റെറ്റിംഗ് യൂണിയൻ, ഓപ്ഷൻ ഡി കയർ ബ്രിസ്റ്റൽ സൊസൈറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കയർ ബ്രിസ്റ്റൽ സൊസൈറ്റി. ഇത് കുറേ പ്രാവശ്യം നമ്മുടെ CSEBയുടെ എക്സാമിന് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? ഓപ്ഷൻ എ ക്യാംകോ, ഓപ്ഷൻ ബി ഇഫ്കോ, ഓപ്ഷൻ സി റേറ്റ്കോ, ഓപ്ഷൻ ഡി SPCS. ഇതിലേതാണ് ഫെഡറൽ സൊസൈറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, റേറ്റ്കോ. ഇതിൽ റേറ്റ്കോ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സൊസൈറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ ലേബർ കോൺട്രാക്റ്റ്, ഓപ്ഷൻ ബി മാർക്കറ്റിംഗ്, ഓപ്ഷൻ സി ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്? ഓപ്ഷൻ എ മൈനേഴ്സ് ആർ മെമ്പേഴ്സ്, ഓപ്ഷൻ ബി ഇലക്റ്റഡ് പ്രസിഡന്റ്, ഓപ്ഷൻ സി ഓണററി സെക്രട്ടറി, ഓപ്ഷൻ ഡി സ്റ്റുഡൻസ് ആർ അസോസിയേറ്റ് മെമ്പേഴ്സ്. ഇതിൽ സ്റ്റുഡൻറ് കോപ്പറേറ്റീവ് സ്റ്റോറിന് ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ മൈനേഴ്സ് ആർ മെമ്പേഴ്സ്, അതാണ് ഓപ്ഷൻ എ. അവിടെ മൈനർ ആണ് മെമ്പർ. സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികളായിരിക്കും അതിൽ മെമ്പർ ആയിട്ടുള്ളത്. ഓണററി സെക്രട്ടറി ഉണ്ടാവും, സ്റ്റുഡൻസ് ആയിരിക്കും അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. ഇലക്റ്റഡ് പ്രസിഡന്റ്, അതാണ് ഇതിൻ്റെ ആൻസർ. സ്റ്റുഡൻസ് കോപ്പറേറ്റീവുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ അല്ലാത്തത് ഇലക്റ്റഡ് പ്രസിഡന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ആരാണോ അതായിരിക്കും അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിലാണെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഇലക്റ്റഡ് പ്രസിഡന്റ് ഉണ്ടായിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാല്യൂ കൺട്രോൾ സിസ്റ്റം ഈസ് അതർവൈസ് നോൺ as? ഓപ്ഷൻ എ യൂണിറ്റ് കൺട്രോൾ സിസ്റ്റം, ഓപ്ഷൻ ബി ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് കൺട്രോൾ സിസ്റ്റം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. വാല്യൂ കൺട്രോൾ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, who is the registrar of dairy cooperatives in the state? Option A registrar of cooperative societies, option B government secretary dairy development, option C director of dairy development, option D none of these. ആരാണ് ഡയറി കോപ്പറേറ്റീവ്സ് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റിൽ, അതായത് കേരളത്തിൽ ആരാണെന്ന്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെന്റ്. ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെന്റ് ആണ് ഡയറി കോപ്പറേറ്റീവ്സ് സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്? ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി RBI. ആരാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ സി ആണ്, നബാർഡ്. ഓപ്ഷൻ സി നബാർഡ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
thrift deposit deducted by industrial cooperatives from the dash given to work members. Option A salary, option B wages, option C bonus, option D gratuity. ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് മെമ്പേഴ്സിന് കൊടുക്കുന്ന എന്തിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൽ കൊടുക്കുന്നതാണ് ഈ ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് വർക്ക് മെമ്പേഴ്സിൻ്റെ എന്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വേജസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യ ഫെഡ്? ഓപ്ഷൻ എ വ്യാസ സ്റ്റോർ, ഓപ്ഷൻ ബി ന്യൂട്രി ഫിഷ്, ഓപ്ഷൻ സി ചിറ്റോസാൻ, ഓപ്ഷൻ ഡി പമ്പ് സെറ്റ് മാനുഫാക്ചറിങ്. മത്സ്യ ഫെഡുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാസ സ്റ്റോർ മത്സ്യ ഫെഡിൻ്റെ സ്റ്റോറാണ്. ന്യൂട്രി ഫിഷ് മത്സ്യ ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ്. ചിറ്റോസാൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്, മത്സ്യ ഫെഡിൻ്റെ ആണ്. ആൻഡ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പമ്പ് സെറ്റ് മാനുഫാക്ചറിങ്. പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് ആണ് മത്സ്യ ഫെഡുമായിട്ട് ബന്ധമില്ലാത്തത് ഇതിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ചീഫ് ആക്ടിവിറ്റി ഓഫ് SC/ST ഫെഡ്? ഓപ്ഷൻ എ മാർക്കറ്റിംഗ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, ഓപ്ഷൻ ബി സപ്ലൈയിങ് കൺസ്യൂമർ ആർട്ടിക്കിൾസ്, ഓപ്ഷൻ സി വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ SC/ST ഫെഡിൻ്റെ ചീഫ് ആക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മാർക്കറ്റിംഗ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ്. അതാണ് ഇതിൻ്റെ ആൻസർ. അതാണ് SC/ST ഫെഡിൻ്റെ ചീഫ് ആക്ടിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സൊസൈറ്റി ദ ഹോൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? ഓപ്ഷൻ എ കളക്റ്റീവ് ഫാമിംഗ്, ഓപ്ഷൻ ബി ബെറ്റർ ഫാമിംഗ്, ഓപ്ഷൻ സി ജോയിൻറ്റ് ഫാമിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഫാമിംഗ് സൊസൈറ്റി ദ ഹോൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ സൊസൈറ്റി. അതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കളക്റ്റീവ് ഫാമിംഗ്. ലാൻഡ് സൊസൈറ്റി മാത്രം ഓൺ ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റി ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളക്റ്റീവ് ഫാമിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which cooperative society in India has signed a MOU with an insurance company of Japan with a view to enter into general insurance business in India? Option A Kripco, option B IFCO, option C Camco, option D Raidco. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇഫ്കോ. ഇഫ്കോയാണ് ജപ്പാനുമായിട്ട് ചേർന്നിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇതിൽ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓപ്ഷൻ എ ഹാൻഡെക്സ്, ഓപ്ഷൻ ബി കയർഫെഡ്, ഓപ്ഷൻ സി കോഓപ്ടെക്സ്, ഓപ്ഷൻ ഡി ഹാൻഡ് വീവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാൻഡ് വീവ്. ഹാൻഡ് വീവ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അത് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലുള്ളതാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ ഫീൽഡിലുള്ള ഹാൻഡ്ലൂം എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. കയർഫെഡ് നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ കയർഫെഡാണ്. കോഓപ്ടെക്സ് എന്ന് പറയുന്നത് തമിഴ്നാട് ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെ സൊസൈറ്റിയാണ് കോഓപ്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹാൻഡ് വീവ് ആണ് ഇതിൻ്റെ ആൻസർ. ഹാൻഡ് വീവ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ വെർ നോൺ as? ഓപ്ഷൻ എ കിബൂട്സ്, ഓപ്ഷൻ ബി കോൽക്കോസ്, ഓപ്ഷൻ സി യൂണികോപ്പ്, ഓപ്ഷൻ ഡി മോഷാവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കിബൂട്സ്. കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ വെർ നോൺ as കിബൂട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ? ഓപ്ഷൻ എ ഹെൻറി ഫയോൾ, ഓപ്ഷൻ ബി എൽഡിൻ, ഓപ്ഷൻ സി ലയോൺ, ഓപ്ഷൻ ഡി ലുസാറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്,
Eldin. Father of cooperative movement in Sweden is Eldin. According to Horace Plunkett, the essence of cooperation is option A surplus, option B better farming, better business, better living, option C commission, option D profit. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൊറൈസ് പ്ലങ്കറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രണ്ട്ലി സൊസൈറ്റി വെയർ സ്റ്റാർട്ടഡ് ഇൻ ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ജപ്പാൻ. ഫ്രണ്ട്ലി സൊസൈറ്റീസ് എവിടെയാണ് തുടങ്ങിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ദ ICA? ഓപ്ഷൻ എ പാരീസ് കോൺഗ്രസ്, ഓപ്ഷൻ ബി റോച്ച്ഡെയിൽ കോൺഗ്രസ്, ഓപ്ഷൻ സി ലണ്ടൻ കോൺഗ്രസ്, ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ കോൺഗ്രസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ലണ്ടൻ കോൺഗ്രസ്. ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ICAക്ക് ഒരു ഷേപ്പ് കൊടുത്തത്. ഇത് ഒത്തിരി പ്രാവശ്യം CSEBയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ അഗ്രികൾച്ചറൽ, ഫോറസ്റ്ററി ആൻഡ് ഫിഷറി കോപ്പറേറ്റീവ് ഇൻ ജപ്പാൻ എസ്റ്റാബ്ലിഷ്ഡ് ഡാഷ് ഫോർ കണ്ടക്ടിങ് ഫോറിൻ ട്രേഡ്. ഓപ്ഷൻ എ യൂണികോപ്പ്, ഓപ്ഷൻ ബി യുനെസ്കോ, ഓപ്ഷൻ സി CWS, ഓപ്ഷൻ ഡി KF. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, യൂണികോപ്പ്. യൂണികോപ്പ് ജപ്പാൻ എന്നാണ് ഇത് പറയുന്നത്. ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ട് അവിടെ വന്നതാണ്. 1961 യൂണികോപ്പ് ജപ്പാൻ വന്നിരിക്കുന്നത്. 1961. അടുത്ത ക്വസ്റ്റ്യൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ വിച്ച് കൺട്രീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി UK ആൻഡ് ഓപ്ഷൻ ഡി USA. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ജർമ്മനി. ജർമ്മനിയിൽ ഫസ്റ്റ് യൂസ് ചെയ്തതാണത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത്. റെയ്ഫിസാൻ കൊണ്ടുവന്നതായിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1865, ഓപ്ഷൻ ബി 1868, ഓപ്ഷൻ സി 1872, ഓപ്ഷൻ ഡി 1877. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1868. അതായത് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1868. അടുത്ത ക്വസ്റ്റ്യൻ. NCCT വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഓപ്ഷൻ എ ഗോർവാല കമ്മിറ്റി, ഓപ്ഷൻ ബി സ്വാമിനാഥൻ കമ്മിറ്റി, ഓപ്ഷൻ സി കപൂർ കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. NCCT റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NCCT റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, സ്വാമിനാഥൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേർണൽ ഇൻ ദ വേൾഡ്. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ഡൈജസ്റ്റ്, ഓപ്ഷൻ ബി കോപ്പറേറ്റർ, ഓപ്ഷൻ സി കേരള കോപ്പറേറ്റീവ് ജേർണൽ, ഓപ്ഷൻ ഡി സഹകരണ വീതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പറേറ്റർ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേർണൽ ഇൻ ദ വേൾഡ് ആണ്. അത് കോപ്പറേറ്റർ ആണ്. വില്യം കിങ് ആണ് കൊണ്ടുവന്നത് കോപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് ദ റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പാസ് ചെയ്ത ഇയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1904, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ സി 1976, ഓപ്ഷൻ ഡി 1995. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1976. 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് ഇന്ത്യയിൽ പാസ്സായത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യങ്ങളിലായിട്ട് CSEBയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്